സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ 10 രൂപ എടുക്കാനുണ്ടോ? ഈ 10 രൂപ എടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ഷാർജ കുടിക്കാം. വേറെങ്ങുമല്ല, നമ്മുടെ കൊട്ടാരക്കര താരമൻ കോവിലിനടുത്തുള്ള കൂൾ ഹബ് എന്ന് പറഞ്ഞ കടയിലാണ് ഈ ഷാർജ കൊടുക്കുന്നത്. എന്തായാലും ആ ഷാർജ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ അല്ലേ 10 രൂപയ്ക്ക് ഷാർജ കിട്ടുന്നത്? 10 രൂപയ്ക്ക് ഷാർജ മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ല, 20 രൂപയ്ക്ക് അവൽ മിൽക്കും ഉണ്ട്. 20 രൂപയ്ക്ക് അവൽ മിൽക്കും ഉണ്ട്. 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മുതലാവും? മുതലാവത്തില്ല. മുതലൊന്നും ആവത്തില്ല. പിന്നെന്തിനാ നിങ്ങൾ ഇതിന് കൊടുക്കുന്നത്? കൊച്ചുങ്ങൾക്ക് കഴിക്കാമല്ലോ. കൊച്ചുങ്ങൾ ഇതിനെ കൂടെ പോകുമ്പോ എപ്പോഴും കരച്ചില്ല, ഷാർജ വേണം. ഇപ്പൊ 20 രൂപ വലിയൊരു തുകയല്ലേ. 10 രൂപയാകുമ്പോ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാമല്ലോ. 10 രൂപയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം. 10 രൂപയുടെ ഷാർജ വന്നിട്ടുണ്ട്. ഇതിന്റെ മണ്ടയിൽ ഒരു ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലാഭം ഒന്നുമില്ല, നമ്മള് ലാഭമല്ല. അപ്പൊ എല്ലാവർക്കും വന്ന് കഴിക്കട്ടെ. ചിലവർക്ക് ഷാർജ ഇപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് വല്ല 10-20 രൂപയൊക്കെ കയ്യിലുണ്ടാവുള്ളൂ. അതിനവർക്ക് എന്തെങ്കിലും കഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 10 രൂപയുടെ ഷാർജയും അതുപോലെ തന്നെ 20 രൂപയുടെ അവൽ മിൽക്കും 60 രൂപയുടെ ഷാർജ. 10 രൂപ 10 രൂപ എവിടെ? 10 രൂപയുടെ ഷാർജ. കൊട്ടായക്കര 10 രൂപയുടെ ഷാർജ കൊടുക്കുന്ന ഏതെങ്കിലും കടയുണ്ടോ? ഇല്ല. 10 രൂപ നമ്മുടെ അറിവില്ല കൊട്ടായക്കര 10 രൂപയുടെ ഷാർജ കൊടുക്കുന്നത്. ഈ ഷാർജയ്ക്ക് 60 രൂപ. 60 രൂപ അത്രയും വലുതാണ്. കാരണം വേറെ ഉള്ള കടകളിലൊക്കെ 70-80 രൂപയൊക്കെയാണ്. ഇവിടെ 60 രൂപയ്ക്കാണ്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. തെറ്റിയതായിരിക്കും. അവർക്ക് തെറ്റിയതാ. അവർക്ക് തെറ്റിയൊന്നുമല്ല. ഈ 10 രൂപയുടെ ഷാർജ സാധനം എങ്ങനെ ഉണ്ട്? അടിപൊളി സാധനം. കൊള്ളാം. ചുമ്മാ കള്ളം ഇച്ചിരി ഉള്ളെങ്കിലും രുചിയുള്ള സാധനമാണ്. സാധനം കൊള്ളാം. 10 രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന് ചിലർ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ 10 രൂപയ്ക്ക് നമ്മൾ കൊട്ടായ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷാർജ കിട്ടും. ഒരു സിപ്പപ്പിന് 10 രൂപ ആവുന്ന അതാ. അത് 20 രൂപ. അവൽ മിൽക്കാണ് 20 രൂപയുള്ളൂ. ഇതിത്തെ വെറുതെ പറയല്ലേ, സത്യം. ഇതല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധനം കൊള്ളാം. ടേസ്റ്റ് ചെയ്തു. സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇതിനെത്ര? അതിന് 20 രൂപ. അവൽ മിൽക്ക് 20 രൂപ. ഞാൻ കൊടുക്കത്തില്ല. എന്റെ പൈസ എടുക്കില്ല. 20 രൂപ എടുക്കാല്ലെങ്കിൽ എന്തുകൂടെ? സൂപ്പർ ആട്ടോ. അണ്ടിപ്പരിപ്പുണ്ട്. അത് ഐസ്ക്രീം താഴോട്ട് തിന്നെ. സാധനം കൊള്ളാം കേട്ടോ. 20 രൂപയ്ക്ക് ഇത് ലാഭം കേട്ടോ. സൂപ്പറാ. 20 രൂപയ്ക്ക് ലാഭമല്ലേ? 20 രൂപ. ഈ അകത്തോട്ടേക്ക് മാറിയ കട അധികം ആൾക്കാർക്കും അറിയത്തില്ല. ഇവിടെ വരുന്നവരും പറയുന്നത് തന്നെയാ. നമുക്ക് പെട്ടെന്ന് കണ്ടില്ല, നടന്നു പോയപ്പോ കണ്ടതാ, അങ്ങനെ കയറിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നത്. ഫ്രൈഡ് ചിക്കൻ ആയിട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇതിന്റെ കൂടെ ഷെയ്ക്സിന്റെ കൂടെ ഒരു സ്നാക്ക് പോലത്തെ രീതിയിൽ ചെയ്യുന്നത്. ഏറ്റവും പറഞ്ഞാൽ നമുക്ക് 129 മുതലുണ്ട്. ഒരു പാക്കായിട്ട് കഴിക്കുന്ന ബണ്ണടക്കം ഉള്ളതാണ് 149. ഇതാണ് നമ്മുടെ 149 ഫ്രൈഡ് ചിക്കൻ അല്ലയോ? ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? 2 പീസ് വരുന്നുണ്ട്. ലെഗ് പീസ് വരും. പിന്നെ ഒരു ബണ്ണും വരും. പിന്നെ ഒരു കോള, ഒരു ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ 149 രൂപ കൊടുത്തിരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പറയും, യൂട്യൂബർമാര് ഈ കടകളിലൊക്കെ വന്ന് ഓസിനടിച്ചിട്ട് പോകുന്നൊക്കെ പറയും. നമ്മൾ 149 രൂപ കൊടുത്തിട്ട് നമ്മൾ ഫ്രൈഡ് ചിക്കൻ മേടിക്കുകയാണ്. 149 രൂപ. 149 രൂപ എടുത്തിട്ട് ബാക്കി തരും. വിഷ്ണു 149ന്റെ ഫ്രൈഡ് ചിക്കൻ ആണ്. 2 ലെഗ് പീസ് ഒക്കെ വന്നിട്ടുണ്ട്. അടമങ്ങ് വീട് വന്നല്ലേ. 149 എല്ലാം കൂടെ 149 രൂപയാണ്. കൊള്ളാം. എങ്ങനെയുണ്ട്? അത് ഇറക്കിയിട്ട് പറയാം, അല്ലാതെ ഒരു കടിക്കുമ്പോഴേ കൊള്ളാന്ന് പറയാനൊന്നും ഉള്ള ഇതൊന്നും അല്ല. അങ്ങനെ പറയണം. അതിന്റെ കൊള്ളാം. സൂപ്പറായിട്ടോ. അത് തിന്ന് ഇറക്കിയിട്ട് പറയാം. അല്ല, ഇറക്കിയിട്ട് പറയാം. കൊള്ളാം. നല്ല ചൂടുമുണ്ട്, നല്ല മയവുണ്ട്. ഈ മുകളിലത്തെ ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്നു. മറ്റു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് കൊട്ടാരക്കരയിൽ നിന്ന് ഓടനാട്ടോ ഓയി റൂട്ടിലോട്ട് തിരിയുന്നതിന്റെ അവിടെ മുത്തുമാരി ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലമാണ് തൊട്ട് മുമ്പിൽ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ കൂൾ ഹബ് എന്ന നമ്മുടെ കടയുടെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും 10 രൂപയുടെ ഷാർജ കുടിക്കുക.